Now it is my great pleasure to welcome Dr. Munira Vakil, a postdoctoral associate at Weill Cornell Medicine, Qatar, specializing in microbiology and immunology. Dr. Munira Vakil has an extensive academic background, holding a PhD in genomic and precision medicine from Hamad bin Khalifa University in Qatar, and an MSc in microbiology from Aligarh Muslim University, India. She has published 7 scientific publications and is skilled in various laboratory techniques, including cell culture and molecular biology. She was a junior research fellow at Amala Cancer Research Center. I welcome you, ma'am, to give a talk on exploring the therapeutic target of obesity. താങ്ക് യു. ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേദിയിൽ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഈ പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഇതിൻ്റെ ഓർഗനൈസേഴ്സിനോട് നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾ കേട്ട പോലെ ഞാൻ PhD ഇൻ ജീനോമിക്സ് ആൻഡ് പ്രിസിഷൻ മെഡിസിനാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫീൽഡിലേക്ക് വരുന്നതിൻ്റെ മുന്നേ എൻ്റെ ഒരു കരിയർ ജേർണി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ +2 വരെ പഠിച്ചത് തൃശ്ശൂർ ജില്ലയിലുള്ള ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ 10th +2 ഒക്കെ സ്കൂൾ ടോപ്പറായിട്ടായിരുന്നു പാസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പേഴ്സ് ആണെങ്കിൽ ഞങ്ങളുടെ നാട്ടിലിട്ടാ അവിടെ PC തോമസ് സാറിൻ്റെ അടുത്ത് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോവുക, ഏതെങ്കിലും ഒരു വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെഡിസിനോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ ഒരു സീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്കും അങ്ങനെ ഒരു പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ ഒരു സജഷൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മെഡിസിന് പോണില്ല എന്നുള്ളത്. പക്ഷെ അന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫീൽഡ് ഏതാണ് എനിക്കിഷ്ടപ്പെട്ട മേഖല എന്നുള്ളത്. എനിക്കൊരു ഐഡിയ അന്നത്തെ പ്രായത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ മെഡിസിനോ അല്ല എൻജിനീയറിങ്ങോ എനിക്കിഷ്ടപ്പെട്ട മേഖല അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അന്നേ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം, നിങ്ങൾ ഭൂരിഭാഗം പേരും +2 സ്റ്റുഡൻസാണ്. ചിലർക്കെങ്കിലും ഭയങ്കര ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും ഭാവിയിൽ എന്താവണം എന്നുള്ളത്. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും എന്നെപ്പോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡ് ഏതാണെന്നുള്ളത് ഫസ്റ്റ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ആ ഏരിയ നാരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ഏതാണെന്നിങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ മൈക്രോബയോളജി എന്നുള്ള ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ അത് EME ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടായിരുന്നു MScക്ക് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റിത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ഡോക്ടർ റഹീമും അവിടുത്തെ സ്റ്റുഡൻ്റാണ് നേരത്തെ പറഞ്ഞ പോലെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന കുറേ മെമ്മറീസ് തന്നിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. പിന്നെ അവിടുന്ന് വേറെ ഒരു സ്പെഷ്യൽ ഒരു മെമ്മറി എന്ന് പറയുന്നത് അവിടുന്ന് ഗോൾഡ് മെഡലോട് കൂടിയിട്ട് MSc മൈക്രോബയോളജി പാസ് ആവാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നീട് അത് കഴിഞ്ഞ് വന്നിട്ട് അപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല ഞാൻ ഏതൊരു ഫീൽഡിലേക്കാണ് തിരിയേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ലെക്ചറായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് 6 months വർക്ക് ചെയ്തു. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സ്റ്റുഡൻസിനായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒട്ടും ബോറടിക്കാത്തൊരു ജോബായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഉള്ളിൽ വേറെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോന്നലായിരുന്നു. ഇതല്ല എൻ്റെ ഫീൽഡ് എന്നുള്ള ഒരു തോന്നലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ CSIR JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ അത് 2011 ഹൈ റാങ്കോട് കൂട്ടിയിട്ട് തന്നെ CSIR JRF ക്വാളിഫൈ ചെയ്തു. അപ്പോൾ ഈ CSIR JRF എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഇതിൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് MSc ആണ്. പിന്നെ നമ്മൾ ഇത് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡായിട്ട് 30,000 എബവ് കിട്ടും. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ അത് 35,000 ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഹൗസിങ് അലവൻസ് കിട്ടും, കണ്ടിജൻസി കിട്ടും. പിന്നെ നമുക്ക് വെൽ നോൺ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ റിസർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി JRF നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഈ CSIR JRF ക്വാളിഫൈ ചെയ്തിട്ട് ഞാൻ അമല ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhDക്ക് ജോയിൻ ചെയ്തു.
ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു PhD രജിസ്റ്റർ ചെയ്തത്. പമലയിൽ തന്നെയുള്ള ഡോക്ടർ അച്യുതൻ എന്നായിരുന്നു പറഞ്ഞ ഡോക്ടർ അണ്ടറിലായിരുന്നു PhD ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലേക്ക് ജോലി ഷിഫ്റ്റ് ചെയ്യണത്. അപ്പോൾ പിന്നെ ഞാനും ഇവിടുത്തെ വർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഖത്തറിലേക്ക് പോവായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു കരിയർ ബ്രേക്ക് വന്നു 3 years. അപ്പോൾ അത് ഞാനായിട്ട് എടുത്തൊരു ഡിസിഷനായിരുന്നു. കാരണം എനിക്ക് രണ്ടാമത്തെ ഒരു ബേബി കൺസീവ് ചെയ്തൊരു ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം വെച്ചാൽ ഇവിടെ ഭൂരിഭാഗം കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പോൾ നാളെ നിങ്ങളും ഇനി ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ നിങ്ങളും ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു ഹോൾട്ട് വരും, ഒരു കരിയർ ബ്രേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തം ഒരു ടെമ്പററി ആയി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും ഒന്നിൻ്റെ അവസാനമല്ല. നിങ്ങൾ എവിടെ നിന്നാണോ അവസാനിപ്പിച്ചത് അത് വീണ്ടും നിങ്ങൾക്ക് തുടരാൻ പറ്റും. അപ്പോൾ എപ്പോഴും അതിനെ പറ്റിയിട്ട് ഇത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കുറച്ച് നേരം കുടിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നിരുന്നത്, ഒരു കരിയർ ബ്രേക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കഴിഞ്ഞാലും അതൊരിക്കലും ഒന്നിൻ്റെ അവസാനമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി വീണ്ടും ഒരു കുടുംബജീവിതത്തിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് ആ പീരീഡ് വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഒരുപാട് കോഴ്സസ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ആ ഒരു പീരീഡ് നിങ്ങൾ വർക്ക് ചെയ്യണത് സ്വപ്നം കണ്ടിട്ടെങ്കിലും ഇരിക്കുക. കാരണം നമ്മൾ സ്വപ്നം കാണുന്നതാണല്ലോ നമ്മൾ ഓരോ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഊർജ്ജം തരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ബ്രേക്കും ഒന്നിൻ്റെ അവസാനം അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നീട് ആണ് മോൻക്ക് 2 വയസ്സായപ്പോഴാണ് പിന്നീട് ഞാൻ ജോലി ചെയ്യണം. ആ ഒരു പീരീഡിൽ അവിടുത്തെ ഖത്തറിലെ സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. PhD ചെയ്യാനുള്ള യൂണിവേഴ്സിറ്റീസ്, അവിടെയുള്ള ആളുകളുടെ കോൺടാക്ട് നമ്പർ എടുക്കുക, പിന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്തൊക്കെ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഞാൻ ആ ഒരു സമയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മോന് 2 വയസ്സായി, ഫീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ ഖത്തർ ഫൗണ്ടേഷനിലുള്ള ഒരു ഡോക്ടറെ ഇമെയിൽ അയക്കുക ചെയ്തത്. അപ്പോൾ ഖത്തർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഖത്തറിലത്തെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ കുറേ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസും സ്കൂൾസും ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. അതിലൊരു പ്രോജക്റ്റാണ് എഡ്യൂക്കേഷൻ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ സിറ്റിയിൽ ഒരുപാട് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട്, പിന്നെ ലോക്കൽ യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് US ബേസ്, UK ബേസ്, പിന്നെ പാരീസിലുള്ള യൂണിവേഴ്സിറ്റി, അതിൻ്റെ ഒക്കെ ഒരു ബ്രാഞ്ച് ഈ എഡ്യൂക്കേഷൻ സിറ്റിയിലുണ്ട്. അപ്പോൾ അവർ പല ഡിഫറെൻറ്റ് ഫീൽഡാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റീസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവർ എല്ലാ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യും. ഈവൻ ഹൗസിങ് പ്രൊവൈഡ് ചെയ്യും, ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും, ട്യൂഷൻ കൊടുക്കേണ്ട, അങ്ങനെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പഠിക്കുന്ന ഒരുപാട് ഏഷ്യൻ സ്റ്റുഡൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ ഇതിനെപ്പറ്റിയുള്ള ധാരണ വളരെ കുറവാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇങ്ങോട്ട് പൈസ തന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. നിങ്ങൾ കൂടുതലും ഈ ഒരു ഏജിൽ പലപ്പോഴും നിങ്ങൾ റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അതൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ട് കൂടുതൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്, അതിലേക്ക് എത്താനുള്ള സാധ്യതകൾ എന്താ, അതിലുള്ള ആളുകൾ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാം, ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പം ഇതിൽ പിന്നെ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരുന്നത് ഹമദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയും പിന്നെ ദോഹ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഈ QSTP എന്ന് പറഞ്ഞ ഓർഗനൈസേഷനിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പ്രോസസ്സ് കഴിഞ്ഞ്, അതായത് അവർ ഇൻ്റർവ്യൂ വെക്കും, നമ്മളെ സ്റ്റാർട്ടപ്പ് എത്ര യൂസ്ഫുള്ളാണ് സൊസൈറ്റിക്ക്, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ട് അവർ ഈവൻ നമുക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യും അത് സക്സസ്ഫുള്ളായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ കുട്ടികളുടെ ഭാഗത്തുള്ളൊരു തെറ്റ്. അപ്പോൾ അങ്ങനെ വെയിൽ കോർണൽ മെഡിസിനിലുള്ള ഡോക്ടർ നൈഫ് മസ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഒരു കരിയർ ബ്രേക്ക് വന്നുകൊണ്ട് തന്നെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. വീണ്ടും ഒരു ജോബ് ആയിട്ട് കയറാൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ തോന്നി.
അപ്പം ഞാൻ ആളെ അപ്രോച്ച് ചെയ്തത്, എനിക്കൊരു വോളണ്ടിയർ പോസ്റ്റ് നിങ്ങളുടെ ലാബിൽ തരുമോ, അപ്പോൾ എനിക്ക് റിസർച്ച്, കാരണം ഇന്ത്യയിലത്തെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അമലയിൽ റിസർച്ച് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് റിസർച്ചാണ് എന്നുള്ളത്. അതുവരെ ഇങ്ങനെ എവിടെ പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ഫൈനലി ഞാൻ റിസർച്ചിൽ ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് അത് തന്നെയാണെന്നുള്ളത്. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് റിസർച്ച് ഫീൽഡിൽ നിൽക്കാനാണ് താല്പര്യം, അപ്പോൾ നിങ്ങളുടെ ലാബിൽ ഒരു വോളണ്ടിയർ പോസ്റ്റ് തരികയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആവും, എനിക്കതിന് അങ്ങനെ ഒരു സ്റ്റൈപ്പൻ്റ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻ്റർവ്യൂവിന് പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ 1 മാസം നിന്നെ എൻ്റെ ലാബിൽ നിർത്തും, എന്നിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ നിന്നെ നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞാൽ നീ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ആ ഒരു എഗ്രിമെൻറ്റിലാണ് ഫസ്റ്റ് ആൾ എന്നെ ആളുടെ ലാബിൽ അഡ്മിറ്റ് ചെയ്തത്. ഇത് 2015 ഞാൻ ഇന്നും ആ ലാബിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്. അപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യണം നമ്മൾ ആ ഒരു പോസ്റ്റിന് എലിജിബിളാണ്, നമ്മൾ എഫിഷ്യൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മോന് ചെറുതായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് നിന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ ഭാവിയിൽ ഇനി കല്യാണം കഴിക്കൂ, അപ്പോൾ നിങ്ങൾ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ മാത്രം കരിയർ നോക്കിയാൽ പോരാ, ഭാര്യമാർക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സപ്പോർട്ട് കൊടുക്കണം, എങ്കിലേ അവർക്കും അവരുടെ ഒരു ഡ്രീമിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. പിന്നീട് 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സാധാരണ അവിടെ വോളണ്ടിയേഴ്സിന് അവർ പൈസ കൊടുക്കാറില്ല, പക്ഷെ 1 മന്ത് കഴിഞ്ഞ് ഈ ഡോക്ടർക്ക് എൻ്റെ വർക്ക് ഓക്കെ ആയതുകൊണ്ട് എനിക്ക് പിന്നെ $1000 വെച്ചിട്ട് സ്റ്റൈപ്പൻഡ് പോലെ തരാൻ തുടങ്ങി. പിന്നെ 1 ഇയർ കഴിഞ്ഞപ്പോൾ വേറൊരു ലാബിൽ റിസർച്ച് സ്പെഷ്യലിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യുക ചെയ്തത്. അങ്ങനെ റിസർച്ച് സ്പെഷ്യലിസ്റ്റായിട്ട് അവിടെ ഇതൊരു വെയിൽ കോർണൽ മെഡിസിൻ എന്ന് പറയുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാണ്. കോർണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ചാണ് ഇതിവിടെ. അപ്പോൾ ഇവിടെ ശരിക്കും മെഡിസിൻ മാത്രമാണ് അവർ ഒരു കോഴ്സായിട്ട് കൊടുക്കുന്നുള്ളൂ ഈ ഖത്തറിലുള്ള ബ്രാഞ്ചിൽ, പിന്നെ ഉള്ളത് റിസർച്ചും മാത്രമാണ്. അപ്പോൾ ഇവിടെ ഒരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ലേഡീനെ സംബന്ധിച്ച് ഓക്കെ ആയിട്ടുള്ള വളരെ നല്ലൊരു ജോബാണ്. പക്ഷെ അപ്പോഴും എനിക്ക് ഇനിയും ഇതിൽ കൂടുതൽ പഠിക്കണം, എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും PhD തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി, PhD അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ 2ാമത്തെ വർഷമാണ് പിന്നെ എനിക്ക് അവിടെ തന്നെയുള്ള അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ PhD ഇൻ ജീനോമിക്സിൽ അഡ്മിഷൻ കിട്ടുന്നത്, ജീനോമിക്സ് ആൻഡ് പ്രെസിഷൻ മെഡിസിനിൽ. അപ്പോൾ ഇൻ്റർവ്യൂവിന് അവരെൻ്റെ അടുത്ത് ചോദിച്ചു, സാധാരണ എല്ലാവരും PhD ചെയ്യുക ജോബ് കിട്ടാനാണല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി കോർണലിൽ ഇത്ര നല്ലൊരു പോസ്റ്റ് ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് വീണ്ടും ആ ജോബ് റിസൈൻ ചെയ്തിട്ട് PhDക്ക് വരണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്കറിയില്ല, പക്ഷേ എൻ്റെ പാഷൻ കൂടുതൽ എനിക്ക് ഈ റിസർച്ച് ഫീൽഡിൽ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ റിസർച്ച് സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അസൈൻ ചെയ്ത ഒരു വർക്ക് ചെയ്യാമെന്നല്ലാതെ അതിൽ കൂടുതൽ നമുക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യാനോ നമ്മളുടേതായ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്യാനോ എന്നുള്ള ഫ്രീഡം ഇല്ല. അപ്പോൾ അതുപോരാ, എനിക്കും സ്വന്തമായിട്ടുള്ള ഐഡിയാസ് നമ്മൾ വായിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള അതൊരു പ്രപ്പോസലായിട്ട് ഫണ്ടിങ് ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്യാൻ ആ ഒരു ഇതൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ജോബിനേക്കാളും കൂടുതൽ നല്ല റിസർച്ച് ചെയ്യുക, അതിൻ്റെ ഭാഗമാവാൻ പറ്റുക, അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയിൽ ഇതിന് PhD ചെയ്തു. കൊറോണ വന്ന കാരണം കുറച്ച് ഡിലേ ആയി, കാരണം 4 ഇയേഴ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് 1 ഇയർ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ലാസ്റ്റ് ഇയറാണ് ഞാൻ PhD കംപ്ലീറ്റ് ചെയ്തത് കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസിൽ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സെയിം ലാബിൽ തന്നെ ഞാൻ അതായത് വെയിൽ കോർണലത്തെ ലാബിൽ ഇപ്പോൾ പോസ്റ്റ് ഡോക്കായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും റഹീമൊക്കെ ഒരേ സമയത്ത് മാസ്റ്റേഴ്സ് ചെയ്തിരുന്ന ആളാണ്. റഹീം ഇന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കരിയർ തുടങ്ങണേ ഉള്ളൂ. ഇനി ഞാനൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാന്ന് പറഞ്ഞാൽ ഇനിയും ചിലപ്പോൾ എനിക്കൊരു 7 വർഷം കഴിഞ്ഞിട്ടേ എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ പോണ വഴിയിൽ നമ്മൾ പറയില്ലേ ഓരോരുത്തർക്കുള്ള
പേപ്പർ വ്യത്യാസമാണ് എന്നുള്ള എല്ലാവരുടെ ജീവിതം അതേപോലെ തന്നെയാണ് ഇതിലും. ഓരോരുത്തരുടെ കരിയർ ജേണിയും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരേപോലത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നെന്ന് വരില്ല. പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ലോ ആണിച്ചെങ്കിലും നമ്മുടെ ആ ഡ്രീം എത്തിച്ചേരും. പിന്നെ ഇനി കമ്മിങ് ടു മൈ ടോപ്പിക്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യണത് ഒബിസിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബിസിറ്റി നിങ്ങൾക്കറിയാം, ഇത് പൊണ്ണത്തടിയാണ്. പൊണ്ണത്തടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് WHO പറയുന്നത് നമ്മളെ ബോഡി മാസ് ഇൻഡെക്സ് ഇപ്പോൾ 30 അബവ് ആണെച്ചെങ്കിലാണ് നമ്മൾ ഈ ഒബീസ് കാറ്റഗറിയിലേക്ക് വരിക. ഇതിന് ഇപ്പോൾ വേൾഡിൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ 39% ഓഫ് അഡൽട്ട്സ് ആർ ഓവർ വെയ്റ്റാണ്. അപ്പോൾ ഇവരുടെ ഒരു സർവേ പ്രകാരം ഇപ്പോൾ 2030 ആകുമ്പോൾ ഇത് 50% ആയിട്ട് ഉയരും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കോസ്മെറ്റിക് കൺസേൺ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒബീസ് ആയിട്ടുള്ള ആളുകളിലാണ് ഒരുപാട് അസുഖങ്ങൾ കാണുന്നത്. അതായത് ഒബിസിറ്റിയും ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഡിസീസസ് എല്ലാം വളരെ സ്ട്രോങ്ലി അസോസിയേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് റിസർച്ച് നടക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒബിസിറ്റി ഈ ഒരു അസുഖങ്ങൾക്ക് കാരണമാവുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ തെറാപ്യൂട്ടിക് ടാർഗറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബോഡിയിലൊക്കെ പ്രീ അഡിപ്പോസൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ആളുകളിൽ കൂടുതലും പ്രീ അഡിപ്പോസൈറ്റ്സ് ഉണ്ടാവുക. അതായത് ആ സെല്ലിലാണ് ഫാറ്റ് അക്യുമുലേഷൻ നടക്കുക. അപ്പം മെലിഞ്ഞിരിക്കുമ്പോൾ ആ സെൽസൊക്കെ പ്രീ അഡിപ്പോസൈറ്റ്സ് ആയിട്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ഈ സെല്ലൊക്കെ എന്ത് ചെയ്യും, ഫാറ്റിനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അഡിപ്പോസൈറ്റ്സ് ആയിട്ട് മാറും. അതൊരു ഈസി ആയിട്ടുള്ള പ്രോസസ്സല്ല, അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതിൽ ഒരുപാട് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സും പ്രോട്ടീൻസും കോഫാക്ടേഴ്സും ഒരുപാട് ജീൻസും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു നട്ട്ഷെല്ലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ബോഡിയിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലാണെന്നുവെച്ചെങ്കിൽ എന്ത് ചെയ്യും, പാൻക്രിയാസ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. ഈ ഇൻസുലിനാണ് പിന്നെ ഈ പ്രീ അഡിപ്പോസൈറ്റ്സിന് സിഗ്നൽ കൊടുക്കുന്നത് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് കൂടുതലാണ്, അതിന് ക്ലിയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ GLUT4 എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ടർ അത് പ്രീ അഡിപ്പോസൈറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത്, അതായത് നമ്മളെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഇല്ലാത്തൊരു സമയത്ത് അത് സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുക. പക്ഷേ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്ന സമയത്ത് ഇൻസുലിൻ വന്ന് ബൈൻഡ് ചെയ്താൽ ഈ GLUT4 എന്ത് ചെയ്യും, പ്ലാസ്മ മെംബ്രെയിനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഗ്ലൂക്കോസിന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറേ റിയാക്ഷൻസ് നടന്നിട്ട് അത് ഫൈനലി ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് സെല്ല് എൻലാർജ് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ബോഡി സൈസും എല്ലാം എൻലാർജ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഞങ്ങൾ ഒരുപാട് ഡിസ്കവറീസ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. കുറേ ടാർഗറ്റ്സ് ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കുറേ ഞങ്ങൾക്ക് ഖത്തറിലും പുറത്തൊക്കെ കുറേ മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുള്ള കുറേ വർക്ക് ഇപ്പം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിൽ ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിലുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ്. കൂടുതലായിട്ട് ഞാൻ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒരു ലാബിൽ ഞങ്ങൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് ഞങ്ങൾ ഇൻവിട്രോ വർക്കും ഇൻവൈവോ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവിട്രോ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സെൽസിനെ പുറത്തെടുത്തിട്ട് ഹുഡിൽ വെച്ചിട്ട് നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് അതിലത്തെ ഓരോ മോളിക്കുലർ പാത്വേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ മൗസ് പ്രീ അഡിപ്പോസൈറ്റ്സോ അല്ലെങ്കിൽ ഹ്യൂമൻ പ്രീ അഡിപ്പോസൈറ്റ്സോ ഒക്കെ എടുക്കാം. അതെടുത്തിട്ട് ഇപ്പം ഞങ്ങൾക്കൊരു പർട്ടിക്കുലർ ജീൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെ പറ്റിയിട്ടാണ് സ്റ്റഡി ചെയ്യണമെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ CRISPR-Cas9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഏതൊരു സെല്ലിനെയും ജെനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു എക്സ്ട്രാ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ള സെല്ലിൽ നിന്നൊരു ജീനിനെ എടുത്ത് കളയാൻ പറ്റും. അതായത് അതിൻ്റെ എക്സ്പ്രഷൻ ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ കുറേ ഭയങ്കര ഇന്നോവേറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ് CRISPR-Cas9. ഇത് ഇൻവെൻറ്റ് ചെയ്ത രണ്ട് ലേഡീസാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. അവർക്ക് ഈവൻ നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട് അതിന്. എന്നിട്ട് അപ്പം നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യും, ഈ നോക്കൗട്ട് സെല്ലുണ്ടായിരിക്കും, നോർമൽ സെല്ലുണ്ടായിരിക്കും. പിന്നെ ഇവരെ നമ്മൾ ഈ ഒരു പ്രീ അഡിപ്പോസൈറ്റിനെ അഡിപ്പോസൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോക്ടെയിൽസ് ഉണ്ട്, കുറേ കെമിക്കൽ ഇൻഡ്യൂസേഴ്സൊക്കെ ഉള്ള ഒരു കോക്ടെയിൽ. ഇത് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സെൽസ് ആണെച്ചെങ്കിൽ അഡിപ്പോസൈറ്റ് ആവണം. പക്ഷേ ഈ നമ്മൾ നോക്കൗട്ട് ചെയ്ത, അതായത് ഈ ഒരു പ്രോട്ടീൻ്റെ എക്സ്പ്രഷൻ നമ്മളവിടെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ആ ഒഴിവാക്കിയ പ്രോട്ടീന് ഈ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൺട്രോൾ സെൽസിനേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ അഡിപ്പോജെനിസിസ്
അക്യുമുലേഷൻ നടക്കില്ല, ചിലപ്പോൾ അഡിപ്പോജെനിസിസ് കൂടുതലായിരിക്കും. പിന്നെ അങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടിയാലാണ് നമ്മൾ പിന്നെ ഫർദർ അത് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സിന് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ mRNA കളക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വർക്ക് 3 തരം ജോബാണ് ഇതിൽ വരുന്നത്. ഒന്ന് റിസർച്ച് സ്പെഷ്യലിസ്റ്റായിട്ട്, ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ടെക്നീഷ്യൻ ജോബാണ്. പക്ഷേ നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് റിസർച്ച് സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ജോബ്. അപ്പോൾ അതിന് വേണ്ടത് BSc MSc, ചില ലാബ്സിലൊക്കെ മുന്നൊക്കെ BSc ഉള്ളവരെയും അവർ പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും MSc എടുക്കണ കാരണം ഇപ്പോൾ കൂടുതലും MSc ഹോൾഡേഴ്സിനാണ് പ്രിഫറൻസ് ഇങ്ങനത്തെ ലാബിലൊക്കെ കൊടുക്കുക. അപ്പോൾ അത് മോളിക്കുലാർ ബയോളജി റിലേറ്റഡ് ഏത് സബ്ജക്റ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ റിസർച്ച് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ്, അതിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് PhD ആണ്. അപ്പോൾ ഇങ്ങനെ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് ആയാൽ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പല ഫണ്ടിങ് ഏജൻസിക്കും പ്രപ്പോസൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ പ്രപ്പോസൽ നമ്മുടെ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ ആ പ്രോജക്റ്റിലേക്ക് എടുക്കാം, കൂടുതൽ നല്ല പേപ്പേഴ്സ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ചും കൂടി ഫ്രീഡം കിട്ടിയപ്പോഴും പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റെങ്കിലും ആയാലാണ് നമ്മൾ വർക്കിൽ. പിന്നെ ഈ പോസ്റ്റ് ഡോക്ടറൽ അസോസിയേറ്റ് പീരീഡ് മിനിമം 3 മാക്സിമം 5 അങ്ങനെയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് റിസർച്ച് അസോസിയേറ്റ് പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതും ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞെങ്കിലേ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 ഇയർ പോസ്റ്റ് ഡോക്ടറൽ പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളത്. ഇപ്പോൾ എൻ്റെ 2nd ഇയർ റിന്യൂവൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഇനിയും എനിക്കൊരു പെർമനൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ അത് നമ്മളിങ്ങനെ അതിലേക്ക് എത്തി നമ്മൾ ആ ഒരു ജോബ് ചെയ്യണത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നും, ഇനിയും വർക്ക് ചെയ്യാനും ഇതിനു വേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, RNA കളക്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ ഈ RNA കളക്ട് ചെയ്തതിന് നമ്മൾ ജീനോമിക്സ് ലാബിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ജീനോമിക്സ് ലാബിൽ മെയിനായിട്ട് അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം DNA-ക്കും RNA-ക്കും ഒക്കെ സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ സീക്വൻസ് ആണ് ശരിക്കും പ്രോട്ടീൻസിനെ ഡിറ്റർമൈൻ ചെയ്യണത്, ഏത് പ്രോട്ടീനാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള, ഏത് ജീൻ എക്സ്പ്രഷൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുക സീക്വൻസിങ് നടത്തിയാലാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യണത് ജീനോമിക്സ് ലാബാണ്. അപ്പോൾ അവരുടെ റിക്വയർമെൻറ്റ്, ഈ ഒരു ജോബ് ചെയ്യാനുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ജെനറ്റിക്സിൽ ഉള്ള BScയോ MScയോ അതിൻ്റെ കൂടെ ഈ സീക്വൻസിങ് എക്സ്പീരിയൻസാണ്. സീക്വൻസിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇലൂമിന, അതായത് ഇതിൻ്റെ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് തന്നെ ഇതിനുള്ള ട്രെയിനിങ് നമുക്ക് തരും. അപ്പോൾ അത് ഷോർട്ട് ടേം കോഴ്സസാണ്, 2 months, ചിലത് 6 months അങ്ങനത്തെ. അപ്പോൾ അത് ഇവിടെ ബാംഗ്ലൂരും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ജോബ്, അങ്ങനത്തെ ഒരു ട്രെയിനിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ജീനോമിക്സ് ലാബിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ജോബിന് വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് കൊടുക്കുക ബയോ ഇൻഫർമാറ്റിക്സ് ലാബിലാണ്. അപ്പോൾ ഈ ബയോ ഇൻഫർമാറ്റീഷ്യൻസാണ് പിന്നെ എന്ത് ചെയ്യുക, ഈ സീക്വൻസിങ് റിസൾട്ടിൽ നിന്ന് ഏതൊക്കെ പാത്വേസ് ആണ് അപ്പ് റെഗുലേറ്റഡ്, ഏതൊക്കെ പാത്വേ ഡൗൺ റെഗുലേറ്റഡ്, അങ്ങനെ ഏത് പ്രോട്ടീനായി, അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക്, ഇതൊരു പ്രഡിക്ഷനാണ്. ആ ഒരു പ്രഡിക്ഷൻ ചെയ്തു തരുന്നത് ബയോ ഇൻഫർമാറ്റീഷ്യനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ജോലി സാധ്യത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ BSc MSc ബയോ ഇൻഫർമാറ്റിക്സ് അല്ലെങ്കിൽ BTech MTech ബയോ ഇൻഫർമാറ്റിക്സ് ചെയ്താൽ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻവൈവോ സ്റ്റഡീസാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻവിട്രോയിൽ കൺവിൻസിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയാൽ മാത്രമേ പിന്നീട് നമ്മൾ ഇൻവൈവോ ആനിമൽ സ്റ്റഡീസിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ആനിമൽ സ്റ്റഡീസാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെൽസിൽ എന്ത് ചെയ്യും, നോക്കൗട്ട് ചെയ്യും ജീൻസിനെ. അതേ സെയിം പ്രോസസ്സ് നമുക്ക് ഒരു ഹോൾ ഓർഗാനിസത്തിലും ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ കുറേ ആനിമൽ ഫെസിലിറ്റീസ് ഉണ്ട്, ഫ്രോഗ്, പിന്നെ റാറ്റ്, മൗസ് അങ്ങനെ. അപ്പോൾ ഞാൻ ചെയ്യണത് മെയിനായിട്ട് മൗസിലാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും, വൈൽഡ് ടൈപ്പ്. ഇതിൽ എല്ലാം നോർമൽ, ഒരു നമ്മൾ ജെനറ്റിക് മാനിപ്പുലേഷനും ചെയ്യുന്നില്ല. പക്ഷേ മറ്റേ മൗസിൽ എന്ത് ചെയ്യും, ഒരു ജെനറ്റിക് മാനിപ്പുലേഷൻ ചെയ്തിട്ട് ഒരു ജീനിനെ നോക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ നോക്കിനും പറ്റും. ഇപ്പം ഞാൻ ചെയ്യണത് UHRF1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. അപ്പോൾ അതിലാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇൻവിട്രോയിൽ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഇൻവൈവോ മോഡൽ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു മൗസിൽ ഇപ്പോൾ UHRF1 നോക്കൗട്ട് മോഡലിൽ അവർ അഡിപ്പോസൈറ്റിൽ ഈ പ്രോട്ടീൻ എക്സ്പ്രസ് ചെയ്യില്ല. അപ്പോൾ ഈ എക്സ്പ്രസ് ചെയ്യാതെ ഇവരെ
ഇതാണ് നമ്മളുടെ ട്രീറ്റഡ് ആനിമൽ. അപ്പോൾ ഈ ആനിമലിനെയും കൺട്രോൾ ആനിമലിനെയും പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5-6 മാസത്തിന് നല്ല ഹൈ ഫാറ്റ് കലോറി ഫുഡൊക്കെ കൊടുത്തിട്ട് തടിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യും, പിന്നീട് ഇവർ തമ്മിലുള്ള ഫിനോട്ടിപ്പിക് ഡിഫറൻസ് നോക്കും. അതായത് ഈ ഒരു പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് അസുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യണുണ്ടോ ഈ ആനിമലിൻ്റെ ബോഡിയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ ഇൻവിട്രോ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് UHRF എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇല്ലെങ്കിൽ അത് ഫൈബ്രോസിസ് കോസ് ചെയ്യും, പിന്നെ സെൽസിന് പ്രോപ്പറായിട്ട് അഡിപ്പോസൈറ്റ് ആവാൻ പറ്റണില്ല, പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡിസീസസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അങ്ങനത്തെ പല ഡിസീസസും ഈ ഇൻവിട്രോ ട്രീറ്റഡ് സെൽസിൽ നമ്മൾ, ഡിസീസസ് അല്ല അതിൻ്റെ പാത്വേസ് നമ്മൾ അപ്രഗുലേറ്റഡ് ആയിട്ട് ഇൻവിട്രോ ട്രീറ്റഡ് സെൽസിൽ കണ്ടു. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിനെ തടിപ്പിക്കാൻ നോക്കിയാലും ഇത് അപ്പോഴും ലീനായിട്ട് തന്നെ ഇരിക്കും. പകരം എന്ത് ചെയ്യാം, അതിൻ്റെ ബോഡിയിൽ കൂടുതലും ഫൈബ്രോസിസും കുറേ അസുഖങ്ങളായിരിക്കാം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും UHRF1 ആണ് മെയിനായിട്ട് അഡിപ്പോജെനസിസ് കൺട്രോൾ ചെയ്യണത് എന്നുള്ളത്. പിന്നീട് അതിനോട് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ പാത്വേസ് അപ്പ് ഡൗൺ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്കിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് അനിമൽ കെയർ അസിസ്റ്റൻറ്റ്. അതിന് ശരിക്കും +2 കഴിഞ്ഞിട്ട് നമ്മൾ അനിമൽ കെയറിലുള്ള ഡിപ്ലോമാസ് ഉണ്ട്, ലബോറട്ടറി അനിമൽ കെയർ സർട്ടിഫിക്കറ്റ്സ്, അമേരിക്കൻ ഈ ലബോറട്ടറി അനിമൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവർ കുറേ ഡിപ്ലോമാസ് തരുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ആ ഡിപ്ലോമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാം. പക്ഷെ അതെന്ന് പറയുന്നത് സാധാരണ ആനിമലിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളൊരു ജോബ് മാത്രമേ ഉള്ളൂ. അതായത് അവരെ ബ്രീഡ് ചെയ്യാൻ വെക്കുക, പിന്നെ അവരെ കേജസ് ക്ലിയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറെ ഫീൽഡ് എന്ന് പറയുന്നത് വെറ്റിനറി സ്പെഷ്യലിസ്റ്റാണ്. വെറ്റിനറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് റിക്വയർമെൻറ്റ് വെറ്റിനറി മെഡിക്കൽ ഡോക്ടർ ആവുക. അപ്പോൾ ഇവർക്കാണ് ശരിക്കും ഈ ആനിമലിന് സർജറി ചെയ്യാനും ഡൈസെക്ഷൻ ചെയ്യാനും അങ്ങനത്തെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യും. ബ്ലഡ് കളക്ട് ചെയ്യുക, പല ഫാറ്റ്സ് കളക്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ വെറ്റിനറി ഡോക്ടറാണ്. അപ്പോൾ ഇതും റിസർച്ച് ഫീൽഡ്. ഇപ്പോൾ നമ്മളുടെ ഒക്കെ ധാരണ എന്താ, വെറ്റിനറി ഡോക്ടർ ആയാൽ ആകെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് മൃഗങ്ങളെ നോക്കുക എന്നുള്ള, അങ്ങനെയല്ല. നമുക്ക് എന്നാൽ പോലും റിസർച്ച് ഫീൽഡിലേക്ക് കടന്നു വരാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്സ്. Thank you, ma'am, for your engaging and informative session about the topic exploring the therapeutic targets of obesity. We are greatly inspired on your journey and am sure that our audience had taken valuable points from your talk. Thank you once again.